അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് റൂമിൻ്റെ വ്യൂ ഈസ് വെരി സൂപ്പർ അമേസിങ്. അങ്ങനെ കുറേ നേരം അവിടുത്തെ വ്യൂ ഒക്കെ നമ്മൾ കണ്ട് പിന്നെ ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലോട്ട് നമ്മൾ പോയി. എൻ്റെ പൊന്നോ, ഇവിടുത്തെ ഫുഡിൻ്റെ കേസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. അപ്പം വേണം, ഇഡ്ഡലി വേണം, ദോശ വേണം, ഇതൊക്കെ ഇതൊന്നും വേണ്ടേ എന്നാ ഇനിയുണ്ട്. ഉഴുന്നുവട, ഫ്രഞ്ച് ഫ്രൈസ്, സാലഡ്, സാൻഡ്വിച്ച്, ബ്രെഡ്, കട്ട് ഫ്രൂട്ട്, പിന്നെ ജ്യൂസിന്റെ തന്നെ കുറെ വെറൈറ്റി, അങ്ങനെ കുറെ ഐറ്റം. അതിന് നമുക്ക് പറ്റണ കുറെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷേക്ക് ഐറ്റംസിൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ടായിരുന്നു. അതിന് നമ്മ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ എടുത്ത് വെച്ചേക്കണ ഫുഡായിട്ട് നമ്മൾ പുറത്തു പോയി നല്ല വ്യൂ ഒക്കെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗെയിംസ് ഏരിയയിലോട്ടായിരുന്നു. ടെന്നീസ്, ക്യാരംസ്, ചെസ്, പിന്നെ ഫുട്ബോളിന്റെ എന്തോ അങ്ങനെ കുറെ ഗെയിംസുകൾ ഉണ്ടായിരുന്നു. വേറെ എന്തോ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാ സമയത്ത് ക്ലോസ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് സൈക്ലിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സൈക്കിൾ ഓട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വെള്ളത്തിൽ വന്ന് ചാടി അങ്ങനെ കുറെ നേരം സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പൊന്മുടി തൂക്കുപാലത്തിലായിരുന്നു. മുടക്കൂസായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കരിക്ക് കണ്ടപ്പോൾ നമ്മൾ ആ കരിക്ക് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോയത് പൊന്മുടി ഡാമിലോട്ടാണ് ഗൈസ്. അവിടെയും ഈ പറഞ്ഞ പോലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാണുന്ന ഇടുക്കി ഡാം കാണാനായിരുന്നു. വെയിലിന്റെ കാഠിന്യം കുറച്ചൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിന്നില്ല. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വ്യൂ പോയിന്റ് കാണാനായിരുന്നു. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ക്ലബ് ഷവായിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.